റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. 13 മുതൽ 17 വയസ്സുവരെയുള്ള 11,000 കൗമാരക്കാരെ ഉൾപ്പെടുത്തി ഇംഗ്ലണ്ടിലും വെയിൽസിലും നടത്തിയ സർവേയിൽ പ്രണയബന്ധത്തിലായിരുന്നവരിൽ 4 പേരിൽ 2 പേർ മാനസികമായോ ശാരീരികമായോ പീഡനം അനുഭവിച്ചതായി കണ്ടെത്തി. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ബന്ധത്തിലായിരുന്ന കൗമാരക്കാരിൽ 39% പേരും നിയന്ത്രണം, സമ്മർദ്ദം, ഭീഷണി എന്നിവ നേരിട്ടതായിട്ടാണ് പഠന റിപ്പോർട്ട് കാണിക്കുന്നത്. യൂത്ത് എൻറോൾമെന്റ് ഫണ്ടാണ് പഠനത്തിന് നേതൃത്വം നൽകിയത്. മൊബൈൽ, സോഷ്യൽ മീഡിയ പരിശോധിക്കൽ, ലൊക്കേഷൻ നിരീക്ഷിക്കൽ, ശരീരത്തെ പറ്റിയുള്ള വിമർശനം, ലൈംഗിക സമ്മർദ്ദം, എതിർപ്പ് പ്രകടിപ്പിക്കാൻ ഭയം എന്നിവയാണ് പ്രധാനമായ പീഡനത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുന്നത്. പീഡനം നേരിട്ടവരിൽ 3-ൽ 2 പേർക്കും ഈ അനുഭവങ്ങൾ അവരുടെ ദൈനംദിന ജീവിതത്തെ ബാധിച്ചെന്ന് സർവേ ചൂണ്ടിക്കാട്ടുന്നു. ഇംഗ്ലണ്ടിലെ പോലീസ് സേനയിൽ 25% ലൈംഗിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്നതായിട്ടുള്ള അടിസ്ഥാന മാർഗരേഖകളും നയങ്ങളും ഇപ്പോഴും നടപ്പാക്കിയിട്ടില്ലെന്ന് സാറ എവേർഡ് കേസിനെ തുടർന്ന് തയ്യാറാക്കിയ ലേഡി എലിഷ് ആൻജിയോനിലയുടെ പുതിയ റിപ്പോർട്ട് വ്യക്തമാക്കി. 2021 ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വെൻ കൗസൻസ് യുവതിയെ തട്ടിക്കൊണ്ടുപോവുകയും ബലാത്സംഗം ചെയ്ത ശേഷം കൊലപ്പെടുത്തുകയും ചെയ്തതായി സംഭവത്തിൽ 4 വർഷങ്ങൾക്ക് ശേഷവും സ്ത്രീകൾക്കെതിരെ ലൈംഗിക പ്രേരിത അക്രമങ്ങൾ തടയുന്നതായിട്ടുള്ള സംവിധാനങ്ങൾ നടപ്പാക്കിയിട്ടില്ലെന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. പൊതു സ്ഥലങ്ങളിലെ ഉത്തരം ആക്രമണങ്ങളോ ഡാറ്റ ശേഖരണത്തിൽ വലിയ കുറവുണ്ടായിട്ടുള്ളെന്നും ഇത് ഇല്ലാതെ കുറ്റകൃത്യങ്ങളുടെ മാതൃകയിൽ കണ്ടെത്താനാകില്ലെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. 2024 പ്രസിദ്ധീകരിച്ച ആദ്യഘട്ട റിപ്പോർട്ട് പോലീസിന് എല്ലാ തരത്തിലുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ, പ്രത്യേകിച്ച് ഇൻഡീസൻ എക്സ്പോഷർ പോലുള്ള നോൺ കോണ്ടാക്ട് കുറ്റങ്ങൾ വരെ അന്വേഷിക്കുവാൻ പ്രത്യേക നയം ഒരുക്കുമെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട്. ലണ്ടനിൽ ചൈന സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്ന മെഗാ എംബസി പദ്ധതിക്ക് സുരക്ഷാ പ്രതിസന്ധികളുണ്ടെന്ന വിമർശനങ്ങൾക്കിടയിലും ഇത് UK നേട്ടങ്ങൾ നേടിക്കൊടുക്കാമെന്ന നിലപാട് നമ്പർ 10 സ്വീകരിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ലണ്ടനിൽ 7 സ്ഥലങ്ങളിലായി ചിതറിക്കിടക്കുന്ന ചൈനയുടെ ഓഫീസ് സമുച്ചയങ്ങളെ ഒരിടത്തേക്ക് കൊണ്ടുവരുന്നത് സുരക്ഷാ സംബന്ധമായ നിരീക്ഷണം എളുപ്പമാക്കുമെന്നതാണ് സർക്കാരിന്റെ വാദം. 3 തവണ മാറ്റിവെച്ച എംബസിയെക്കുറിച്ചുള്ള അന്തിമ തീരുമാനം ഇനി പുതുവർഷത്തിലേ ഉണ്ടാവുകയുള്ളൂ. ഹോം സെക്രട്ടറിയും വിദേശകാര്യ സെക്രട്ടറിയും ദേശീയ സുരക്ഷാ ആശങ്കകൾ പരിഹരിച്ചുവെന്ന് ഉറപ്പു നൽകിയതോടെയാണ് അംഗീകാര സാധ്യതകൾ കൂടുന്നത്. അംഗീകാരം ലഭിച്ചാൽ യൂറോപ്പിലെ ഏറ്റവും വലിയ ചൈനീസ് എംബസിയാകും ഇത്. 200 ജീവനക്കാർക്കുള്ള സൗകര്യങ്ങൾ, വൻ ഓഫീസ് മേഖല, ബേസ്മെന്റ് എന്നിവയുടെ ആയിരിക്കും നിർമ്മാണം. ഇനി നാട്ടിലെ വാർത്തകൾ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡന പരാതി നൽകിയ യുവതിയെ സമൂഹമാധ്യമത്തിൽ അധിക്ഷേപിച്ചുവെന്ന പേരിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിനെ കോടതി നാളെ വൈകിട്ട് 5 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. രാഹുൽ ഈശ്വർ ജില്ലാ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. ജാമ്യാപേക്ഷ ഡിസംബർ 6 പരിഗണിക്കും. അഡീഷണൽ CGM കോടതിയാണ് കേസ് പരിഗണിച്ചത്. ഗൂഢാലോചനയുണ്ടോ എന്ന കേസ് അന്വേഷിക്കണമെന്നും രാഹുലിന്റെ ഓഫീസിൽ പരിശോധന നടത്തണമെന്നും പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. ഇത് അംഗീകരിച്ചാണ് കോടതി കസ്റ്റഡി അനുവദിച്ചത്. അറസ്റ്റിലായ രാഹുലിനെ കഴിഞ്ഞ ദിവസം കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. ജയിലിൽ നിരാഹാര സമരത്തിലാണ് രാഹുൽ. നാടാകെ കൊടും തണുപ്പിൽ മൂടി പുതിച്ചുറങ്ങുമ്പോൾ തെരുവിൽ കിടന്ന നവജാത ശിശുവിന് കാവൽ നിന്ന കൊൽക്കത്ത നഗരത്തിലെ തെരുവ് നായ്ക്കൾ. പകൽ നാട്ടുകാർ കണ്ടിടത്തു നിന്നൊക്കെ ആട്ടിപ്പായിച്ചിരുന്ന നായ്ക്കൾ മിനിറ്റുകൾക്ക് മാത്രം മുൻപ് പിറന്ന മനുഷ്യക്കുഞ്ഞിനും ചുറ്റും സംരക്ഷണ വലയം തീർത്തു നിന്നു. രാത്രി മഞ്ഞു പുലർക്കാലത്ത് തെരുവിൽ ഒരാൾ പ്രത്യക്ഷപ്പെടും വരെ ബംഗാളിലെ നദിയ ജില്ലയിൽ നവദ്വീപ് നഗരത്തിലാണ് സംഭവം. റെയിൽവേ ജീവനക്കാരുടെ കോളനിയിലെ ശുചിമുറിക്ക് പുറത്ത് ആരോ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. നായ്ക്കൾ കുഞ്ഞിന് ചുറ്റും വലയം തീർത്തു. കുരച്ചില്ല, കുഞ്ഞിനെ തൊട്ടില്ല. പുലർച്ചെ കുഞ്ഞിന്റെ കരച്ചിൽ മാത്രമാണ് കേട്ടതെന്ന് പരിസരവാസികൾ പറയുന്നു. പ്രദേശവാസിയായ ശുക്ല മണ്ഡൽ എത്തിയപ്പോൾ നായ്ക്കൾക്ക് ഒരു വശത്തു നിന്നും അനുസരണയോടെ മാറിക്കൊടുത്തു. കുട്ടി ചികിത്സയിലാണ്. മാതാപിതാക്കളെ കണ്ടെത്തുവാൻ പോലീസ് അന്വേഷണം തുടങ്ങി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് വ്യാപക കള്ളവോട്ടുകൾക്ക് വഴിയൊരുക്കി കോർപ്പറേഷനിലെ മിക്ക വാർഡിലും വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ടുകൾ. പ്രാഥമിക പരിശോധനയിൽ വഞ്ചിയൂർ വാർഡിൽ മാത്രം 400ഓളം പേരുടെ ഇരട്ട വോട്ട് കണ്ടെത്തി. മറ്റു വാർഡുകളിലെ വോട്ടർമാരെ വഞ്ചിയൂരിലെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ഒരേ വോട്ടർമാരെ പല മേൽവിലാസങ്ങളിൽ പല ബൂത്തുകളിലായി ഉൾപ്പെടുത്തിയതെന്നാണ് ക്രമക്കേട്. ശ്രീകണ്ഠേശ്വരം വാർഡിലെ 4-ാം ബൂത്തിൽ 398, 399 ക്രമനമ്പറുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ദമ്പതികളെ വഞ്ചിയൂർ വാർഡിലെ 2-ാം ബൂത്തിൽ 11, 24 ക്രമനമ്പറുകളിൽ ചേർത്തിട്ടുണ്ട്. ചാല വാർഡിലെ കരിമടം കോളനിയിൽ താമസിക്കുന്ന വോട്ടറെ വഞ്ചിയൂരിൽ 3-ാം ബൂത്തിൽ 8-ാമതായി ചേർത്തു. ഇനി കായിക വാർത്തകൾ. പരിശീലനത്തിനിടെ ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീറിനെ അവഗണിച്ച് സൂപ്പർ താരം വിരാട് കോഹ്ലി ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2ാം ഏകദിനത്തിൽ റായ്പൂരിൽ ഇന്ത്യൻ താരങ്ങളുടെ പരിശീലനം തുടരുന്നതിനിടെയായിരുന്നു സംഭവം. ഇന്ത്യൻ സൂപ്പർ താരങ്ങളും ഗൗതം ഗംഭീറും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി സെലക്ഷൻ കമ്മിറ്റി അംഗമായ പ്രഖ്യാൻ ഓജയെ BCCI റായ്പൂരിലേക്ക് അയച്ചിരുന്നു. മുൻ ഇന്ത്യൻ താരം ഇടപെട്ടിട്ടും പ്രശ്നങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിക്കുവാൻ സാധിച്ചില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. ചൊവ്വാഴ്ച ഏറെ നേരം നെറ്റ്സിൽ പരിശീലിച്ച ശേഷമാണ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഗ്രൗണ്ട് വിട്ടത്. കോച്ച് ഗംഭീർ പരിശീലനം മുഴുവൻ കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. ബാറ്റുകളെടുത്ത് ഗ്രൗണ്ട് വിടുമ്പോൾ അരികിലുണ്ടായിരുന്ന ഗംഭീറിനോടൊരു വാക്കുപോലും സംസാരിക്കുവാൻ
കോഹ്ലി തയ്യാറായില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 119.59 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞ് കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.